ആരോഗ്യ പരിപാലനത്തിനായി കൊച്ചി നഗരസഭയുടെ 5ാം ഡിവിഷനിൽ CSML 1.5 വർഷം മുൻപ് നിർമ്മിച്ച ഒരു പാർക്കാണിത്. ഇവിടെ ഓപ്പൺ ജിമ്മിന്റെ ഉപകരണങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ ഉപകരണങ്ങളെല്ലാം ഇന്ന് മാലിന്യത്തിന് നടുവിലാണ്. ഇവിടെ ആരോഗ്യം പരിപാലിക്കാൻ വന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയമാണ്. പ്രദേശവാസികളുടെയും പൊതുപ്രവർത്തകരുടെയും പ്രതികരണങ്ങളിലേക്ക്. ഇപ്പൊ ഏകദേശം മാസങ്ങളോളം ഇത് ഇവിടെ കിടക്കണം. ഇതുവരെയായിട്ടും ഇവിടെ നിന്ന് എടുത്തിട്ടില്ല. കൗൺസിലറോട് പറയുമ്പോൾ കൗൺസിലർ പറയണ എല്ലാ ദിവസവും ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, രാത്രി വീണ്ടും കൊണ്ടുവന്നിടുന്നതാണെന്നൊക്കെയാണ് കൗൺസിലർ പറഞ്ഞത്. പക്ഷേ ഇത് പഴയ ഇതാണെന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം. അതിങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഇവിടെ കൊണ്ടുവന്ന ആൾക്കാർ രാത്രി ഇങ്ങനെ കൂട്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണിത്. അതിൻ്റെ ഗേറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഗേറ്റിൻ്റെ ആ പരിസരത്തോട്ട് പോലും പോകാൻ വേണ്ടി പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്കിത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും വിളിച്ച് കൗൺസിലറോട് പറഞ്ഞു. കൗൺസിലർ പറഞ്ഞു അത് നിങ്ങൾ ഹെൽത്തിലൊരു പരാതി കൊടുക്ക്, ഞങ്ങൾ കുറവെച്ചെടുക്കാം എന്നൊക്കെ പറയും. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഈ കാണുന്ന ഭാഗത്ത് നെറ്റ് അടിച്ചേക്കണ കണ്ടില്ല, അവിടെ മാലിന്യങ്ങൾ ഇതേപോലെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടുത്തെ എല്ലാം പെട്ടെന്ന് ക്ലീൻ ചെയ്ത് അവിടെ നെറ്റ് കെട്ടിയൊക്കെ കൊടുത്തു. നമ്മളുടെ പള്ളിയുടെ ഒരു ഇത് പറഞ്ഞിട്ട് അവർ അത് കേൾക്കുന്നുമില്ല, നമുക്ക് വേണ്ടെന്നുള്ള ഉപകാരം ചെയ്തു തരുന്നില്ല. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാസം മേലെ ഇത് കിടക്കുന്നത്, ചവറിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ, പള്ളിയുടെ ഒരു ഇതാകുമ്പോൾ അവർ എത്രയും പെട്ടെന്ന് ചെയ്തു തരേണ്ടതല്ലേ. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു ഇൻട്രസ്റ്റ് അവർ കാണിക്കുന്നില്ല. കൊച്ചി നഗരസഭ ഡെപ്യൂട്ടി മേയർ KA അൻസിയുടെ ഡിവിഷനാണിത്. ഇവിടെ 1.5 വർഷങ്ങൾക്ക് മുമ്പാണ് ആരോഗ്യ പരിപാലനത്തിനായിട്ട് യുവാക്കൾക്കും മുതിർന്നവർക്കുമെല്ലാമായി ഒരു മിനി ജിംനേഷ്യം ആരംഭിച്ചത്. ആ ജിംനേഷ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെ കാണാണ്. ആ ജിംനേഷ്യം ഇന്നിപ്പം മാലിന്യം തള്ളുന്ന കേന്ദ്രമായി മാറിയിരിക്കുന്നു. ആരംഭിച്ച ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഉപകരണം തകർന്നു വീണു. ഒരു പെട്ടക്കുണ്ടായി, ബയറ്റക്കുണ്ടായി, എല്ലാം ഉണ്ട്, അതെല്ലാം തകർന്നു വീണു. ഇപ്പോൾ ആ ഇരുന്ന സ്ഥലത്താണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ മാലിന്യം തള്ളിയിരിക്കുന്നത്. ഇത് കൊച്ചി നഗരസഭ നിർമ്മിച്ചതാണ്. ഇത് CSML പദ്ധതിയാണ്. ഇത് പരിപാലനമില്ലാത്ത അവസ്ഥയിൽ സംഭവിച്ചാണ്. ഇതുപോലെ വന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ ഒടിഞ്ഞു പോയി. അത്രത്തോളം പിന്നെ ഗുണമേന്മയില്ലാത്ത സാധനങ്ങളായിരുന്നു ഒടിഞ്ഞു വീണ്. ഇതാരും ഉപയോഗിക്കാറില്ല. പണ്ട് 100 കണക്കിന് ആളുകളാണ് ഡെയിലി വന്നിവിടെ കളിച്ചത്. അതിലിപ്പുറം കുട്ടികളെ പാർക്കും ഉണ്ട്. ഈ പാർക്കും ഇപ്പോൾ ഏതാണ്ട് ഉപയോഗശൂന്യമായി ഇരിക്കുകയാണ്. ആരോഗ്യം പരിപാലിക്കാൻ വരുന്നവരുടെ ആരോഗ്യം നശിക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു ഈ ഓപ്പൺ ജിം. ഇതിന് ഒരു പരിഹാരമുണ്ടാകണം. ഈ മാലിന്യങ്ങളെല്ലാം നീക്കി ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കുവാനായിട്ടുള്ള ഒരു അവസ്ഥ സംജാതമാക്കുവാനായിട്ട് തയ്യാറാകണം. അതിന് അധികാരികൾ തയ്യാറാകണമെന്നാണ് ജനങ്ങൾ എല്ലാവരും പറയുന്നത്. അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുക, കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുവാനായിട്ടുള്ള ഒരിടമായി ഇത് മാറണം. മട്ടാഞ്ചേരിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റെഡ്ജൻ റബല്ലോ.